നമസ്കാരം. MVD അഥവാ മനുഷ്യനെ വെറുപ്പിക്കുന്ന ഡിപ്പാർട്ട്മെന്റ് എന്ന് ഞാൻ മുമ്പൊരിക്കൽ ഒരു വീഡിയോയിൽ പറയുകയുണ്ടായി. ഇപ്പോൾ ആ പേര് കൂടുതൽ അന്വർത്ഥമാക്കിക്കൊണ്ടാണ് കാര്യങ്ങളുടെ പോക്ക്. വേണ്ടത്ര മുന്നൊരുക്കങ്ങളില്ലാതെ ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കാരത്തിലേക്ക് ഗതാഗത വകുപ്പ് നീങ്ങിയതാണ് പുതിയ പ്രശ്നങ്ങൾക്ക് കാരണം. ഇതിനെ തുടർന്ന് ഡ്രൈവിംഗ് സ്കൂളുകാരുടെ സംഘടനകൾ ടെസ്റ്റ് ബഹിഷ്കരണം അടക്കമുള്ള സമരമുറകളിലേക്ക് കടന്നിരിക്കുകയാണ്. പലയിടത്തും ട്രാൻസ്പോർട്ട് കമ്മീഷണറുടെ വിവാദ ഉത്തരവ് കത്തിച്ചുകൊണ്ട് സമരം മുന്നോട്ടു പോവുകയാണ്. ഓട്ടോമേറ്റഡ് ടെസ്റ്റിംഗ് ട്രാക്കുകൾ അടക്കമുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കാതെയാണ് വിവാദ ഉത്തരവ് ട്രാൻസ്പോർട്ട് കമ്മീഷണർ പുറപ്പെടുവിച്ചത്. ഇതോടൊപ്പം തന്നെ ടെസ്റ്റിന് 15 വർഷത്തിലധികം പഴക്കമുള്ള വാഹനങ്ങൾ ഉപയോഗിക്കരുതെന്നും ആ വിവാദ ഉത്തരവിൽ പറയുന്നുണ്ട്. ഇതൊക്കെയാണ് ഡ്രൈവിംഗ് സ്കൂൾ സംഘടനകളെ ചൊടിപ്പിച്ചത്. കാര്യങ്ങൾ കൂടുതൽ വഷളാക്കിക്കൊണ്ടായിരുന്നു മന്ത്രി ശ്രീ ഗണേഷ് കുമാറിന്റെ മലപ്പുറം മാഫിയ പ്രസ്താവനയും. മന്ത്രിയുടെ ഈ പ്രസ്താവന തികച്ചും വർഗീയമാണെന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾ ഇതിനോട് പ്രതികരിച്ചത്. ട്രാൻസ്പോർട്ട് കമ്മീഷണറുടെ ഈ വിവാദ ഉത്തരവ് സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് സമരസമിതി ഹൈക്കോടതിയെ സമീപിച്ചു. എന്നാൽ ഇവർക്ക് അവിടെ തിരിച്ചടിയാണ് ഉണ്ടായത്. ഹൈക്കോടതി ഈ വിഷയത്തിൽ ഇടപെടാൻ വിസമ്മതിക്കുകയായിരുന്നു. വിവാദ ഉത്തരവിൽ ഒരു ദിവസം നടത്തുന്ന ഡ്രൈവിംഗ് ടെസ്റ്റുകളുടെ എണ്ണം പരിമിതപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇതിന് വിരുദ്ധമായിട്ടാണ് തിരുവനന്തപുരം മുട്ടത്തറയിൽ ഉദ്യോഗസ്ഥർ ഡ്രൈവിംഗ് ടെസ്റ്റുകൾ നടത്തിയത്. ഇതും ഗതാഗത മന്ത്രിയെ ചൊടിപ്പിച്ചിട്ടുണ്ട്. ഈ ഉദ്യോഗസ്ഥർക്കെതിരെ കർശനമായ നടപടി വരുമെന്നാണ് അദ്ദേഹം സൂചിപ്പിച്ചിരിക്കുന്നത്. ഇത്രയും നാൾ ഡ്രൈവിംഗ് ടെസ്റ്റ് പാസ്സായവർക്ക് ഡ്രൈവിംഗ് ലൈസൻസ് കൈ കിട്ടുന്നതിലുള്ള കാലതാമസമായിരുന്നു പ്രശ്നം. എന്നാൽ ഇപ്പോൾ സംസ്ഥാനത്ത് ടെസ്റ്റുകളെ നടക്കുന്നില്ല എന്നുള്ള ഒരവസ്ഥയിലായി. ഹൈക്കോടതിയിൽ നിന്ന് തിരിച്ചടി ഉണ്ടായതിനെ തുടർന്ന് ചർച്ചയ്ക്കുള്ള സന്നദ്ധത അറിയിച്ചിരിക്കുകയാണ് ഡ്രൈവിംഗ് സ്കൂൾ സംഘടനകൾ. ചർച്ചയിലൂടെ ഈ പ്രശ്നത്തിന് രമ്യമായ ഒരു പരിഹാരം കാണാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു.